നക്ഷത്ര ഗോൾഡൻസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കോതമംഗലത്താണ്. പെരുമ്പാവൂരുള്ള നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ്. അതായത് മെയ് 10-ാം തീയതിയാണ് നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗെയിംസ് നമ്മൾ കളിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കോതമംഗലം ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട്. ഞങ്ങൾ ഒരു നക്ഷത്ര ഗോൾഡൻസ് ആണ്. കേട്ടിട്ടുണ്ടോ? പോയിട്ടില്ല, കേട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഗെയിം തരാം. ബിസ്ക്കറ്റ് ഒക്കെ ഇഷ്ടമാണോ? വൈകുന്നേരം നമ്മൾ ചായ കുടിക്കും അല്ലേ? ബിസ്ക്കറ്റ് ഒക്കെ ചായയിൽ മുക്കിയ നല്ല ടേസ്റ്റ് അല്ലേ ഏട്ടാ? പറയുമ്പോ തന്നെ ചേട്ടന്റെ വായിലും എല്ലാം വന്നു കൊച്ചു കള്ളൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒരെണ്ണം ഇവരെ നെറ്റിയിൽ വെച്ച് കൊടുക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി ഇത് കഴിക്കണം. നോക്കാം ആരാണ് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ചേട്ടൻ. അപ്പൊ റെഡി? സാധനം ഇപ്പൊ തന്നെ ഉണ്ടോ? അതെ കണ്ട, ഇതാണ് എഡിറ്റിംഗ് ട്രിക്ക്. കണ്ടില്ലേ? ബിസ്ക്കറ്റ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ട് ചേട്ടൻ്റെ നെറ്റിയിൽ വെക്കുന്നു. ചേട്ടൻ ഇങ്ങനെ കഴിക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ റെഡി അല്ലേ? മൈക്ക് പിടിച്ചോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചേട്ടൻ ആദ്യം ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ബിസ്ക്കറ്റ് ഞാൻ അവിടെ വെച്ചും ഇവിടെ ഇങ്ങനെ എടുത്ത് കഴിക്കണം. ഓക്കെ, റെഡി അല്ലേ? കഴിച്ചോ, എടുത്തോ ചേട്ടൻ. പോയി ഒരാവശ്യം കൂടി കൊടുക്കാം നമുക്ക്. പോട്ടെ, കമോൺ. പോയി. അയ്യോടാ, പോട്ടെ, കുഴപ്പമില്ല. നമ്മളെന്നാലും ചേട്ടന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പോരുത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചേട്ടൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും താങ്ക് യു. നക്ഷത്രയിൽ വരില്ലേ? ഒരു തരി പൊന്നെടുത്താലും ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ്. പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ്. സന്തോഷമായില്ലേ? സന്തോഷമായി. താങ്ക് യു. നമസ്കാരം. പേരെന്താ? അരവിന്ദ്. അരവിന്ദ് എന്താ ചെയ്യണേ? ഞാൻ ഇപ്പൊ സ്കൂളിലേക്ക് പോവാ. പ്ലസ് 1 ഇപ്പൊ 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇനി 10ാം ക്ലാസ്സിലേക്ക്. ഓക്കെ, ഞങ്ങളൊരു നക്ഷത്ര ഗോൾഡൻസ് ആണ്. കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പോയിട്ടില്ല. കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, പെരുമ്പാവൂരാണ്. മെയ് 10-ാം തീയതി നമ്മുടെ ഷോപ്പിലേക്ക് വരില്ലേ? വരും. ഓക്കെ, അടിപൊളി. അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഒന്നുമില്ല, ഒരു ബിസ്ക്കറ്റ് തരും. അത് നെറ്റിന്ന് അറിയാലോ, അതിലേക്ക് എടുത്ത് വെക്കുക. ഓക്കെ, കഴിക്കുക. ഈ ബിസ്ക്കറ്റ് കഴിക്കുക. വെറുതെ ഇങ്ങനെ കഴിക്കാനല്ല, ഇങ്ങനെ വെച്ചിട്ട് കഴിക്കണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. അടിപൊളി 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 ഗംഭീരം. എനിക്ക് തോന്നുന്നു ഒറ്റ ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് അപ്പം തന്നെ കഴിക്കുകയും ചെയ്തു. അടിപൊളി ഗംഭീരമായിട്ട് കളിച്ചു. താങ്ക് യു. നമസ്കാരം. പേരെന്താ മോളുടെ? ജെനീറ്റ. എന്താ പഠിക്കുന്നത്? 10th-ലേക്കാണോ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫ്രീ ആണല്ലേ? ഓക്കെ, ആർട്സ് സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേഖലകളിൽ നിൽക്കുന്ന ആളാണോ? അല്ല. ഓക്കെ, ഇപ്പം എന്താ പഠിക്കുന്നത്? മീൻസ് എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ്സിന് വല്ലതും വന്നാണോ? പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. ഓക്കെ, ഞങ്ങൾ വരുന്ന നക്ഷത്ര ഗോൾഡൻസ് ആണ്. കേട്ടിട്ടുണ്ടോ? വരുമ്പോഴുള്ള പോയിട്ടുണ്ടോ? പോയിട്ടില്ല. പോകാനുള്ള അവസരമൊക്കെ കിട്ടിയാൽ പോകും അല്ലേ? സ്വർണ്ണത്തിന്റെ വില കൂടി വരികയാണ്. ഓക്കെ, നമുക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണം കിട്ടിയ നല്ലതല്ലേ? അപ്പോൾ പിന്നെ മെയ് 10-ാം തീയതി ഞങ്ങളുടെ ഷോറൂമിലേക്ക് പോന്നോ? ഓക്കെ, അടിപൊളി. അപ്പോൾ ലാസ്റ്റ് ഗിഫ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനിമ കാണാറുണ്ടോ? ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാ? അത് ഓർമ്മയില്ല. അയ്യോ, പോട്ടെ, കുഴപ്പമില്ല. ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാം. അതേത് സിനിമ എന്ന് പറയണം. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെ കളിയാക്കുന്നുണ്ടോ? ഏതാണ് സിനിമ? നിവിൻപോളിയുടെ സിനിമയാണ്. ഏതാണ്? വർഷങ്ങൾക്ക് ശേഷം. അടിപൊളി. സന്തോഷമായില്ലേ? താങ്ക് യു. ചിരിച്ചോ. നമസ്കാരം. പേരെന്താ? അലോന. ഓക്കെ, അലോന എന്താ ചെയ്യുന്നത്? പ്ലസ് 2-ലേക്ക് ആവാൻ പോവാണല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ ഞങ്ങൾ വരുന്ന നക്ഷത്ര ഗോൾഡൻസ് ആണ്. കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടങ് ട്വിസ്റ്റർ പറയാം. അത് തിരിച്ചെന്നോട് പറഞ്ഞാൽ മതി. അരുത് കുതിരെ, അതിരയിൽ നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഓക്കെ, ഇത് സ്പീഡിൽ 2 പ്രാവശ്യം പറഞ്ഞു. അരുത് കുതിരെ, അതിരെ നിൽക്കുന്ന മുതിര തിന്നാൻ കുതിക്കരുത്, മുതിരരുത് കുതിര. അരുത് കുതിരെ, അതിരെ നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരരുത് കുതിര. പോന്നോ, ഒരുവിധം പറഞ്ഞൊപ്പിച്ച്. അരുത് കുതിരെ, അതിരെ നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരരുത് കുതിര അല്ലേ? ഒന്നിട്ട് പറഞ്ഞേ. അരുത് കുതിരെ, അതിരെ നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരരുത് കുതിര. എന്റെ ദൈവമേ. ഓക്കെ, എന്താ പ്ലസ് 1 ഏതാ സബ്ജക്ട്? സയൻസ് ആണ്. കൊമേഴ്സ് ആണ്. നമുക്ക് എന്തെങ്കിലും ചോദിക്കാതെ പോട്ടെ. ഓക്കെ, താങ്ക് യു. അമ്മ നമസ്കാരം. പേരെന്താ? സൂസി. നല്ല പേരാണല്ലോ. ഇത് ആരെ പേരിട്ട? അപ്പച്ചനും അമ്മച്ചിയുടെ പേരാണല്ലേ? ഓക്കെ, ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വരുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ്. കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, അമ്മ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്നതാണോ? സ്വർണ്ണമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടോ മക്കൾക്കൊക്കെ? സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാലയാണോ, വളയാണോ, കമ്മലാണോ, എന്താണ്? എനിക്കിഷ്ടം മാലയാണ്. മാലയാണ്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് മാലകളൊക്കെ ഇഷ്ടമാണോ? ഓക്കെ, നമ്മുടെ നക്ഷത്രയിൽ വരാൻ ആഗ്രഹമുണ്ടോ? പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ആഗ്രഹമുണ്ട് വരാനായിട്ട്? ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്.
അപ്പൊ ആഗ്രഹം എന്തിനാ മനസ്സിൽ വെച്ചോണ്ടിരിക്കണം? ഹോൾസെയിൽ വിലയിൽ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? നല്ല കാര്യം. നല്ല കാര്യമാണ്. അപ്പൊ എന്തായാലും മെയ് 10-ാം തീയതി നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ്. വരല്ലേ? ശ്രമിക്കാം അല്ലേ? നോക്കാം, ചെറിയൊരു പൊന്നൊക്കെ എടുക്കാൻ വേണ്ടി വരാമല്ലോ അല്ലേ? ഓക്കെ. അമ്മ സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. സിനിമ, ഞാനൊരു സിനിമയിലെ പഴയകാല സിനിമകളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പഴയതും പുതിയതൊക്കെ ആണ്. ഓക്കെ, ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞാൽ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം അല്ലേ? ജീവിക്കാൻ ഇപ്പൊ എനിക്കൊരു മോഹമൊക്കെ തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? മോഹൻലാലിന്റെ പടം ചിത്രം. സൂസി ചേച്ചി അല്ലേ? സൂസി അമ്മ കലക്കി ആദ്യത്തെ ചോദ്യത്തിന്റെ കൃത്യയുടെ ആൻസർ പറഞ്ഞു. സമ്മാനമുണ്ട്. സന്തോഷമായ വീട്ടിൽ പോകുമ്പോൾ പറയാം, ഞാനിന്ന് വെറുതെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ സമ്മാനം വേണമെന്ന് ചോദിച്ചു, ഒരു ചോദ്യമൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയെന്ന് പറയാം അല്ലേ? അപ്പൊ ഇനി നക്ഷത്രയുടെ ഈ ഒരു സമ്മാനം വലിയ സമ്മാനമാണോ അല്ലേ? ചേട്ടാ, ജയന്റെ സിനിമ കണ്ടിട്ടില്ലേ? നിങ്ങൾ തൊഴിലാളികളാണല്ലോ. വി ആർ കൂലീസ്, ബഗേഴ്സ്, ട്രോളി പുള്ളേഴ്സ്. ഏതാണ് സിനിമ? ആരാദ്യം പറഞ്ഞേ? ഞാനായിട്ട്. അതാ ജയന്റെ ഇതിൽ തന്നെ ഒന്ന് പറഞ്ഞേ. അങ്ങാടി. അത്ര എന്തോരം പറഞ്ഞാലും അത്രേ വരുള്ളൂ. ജയൻ പറഞ്ഞ ഡയലോഗ് പറഞ്ഞേ. വി ആർ ട്രോളി പുള്ളേഴ്സ്. ഇംഗ്ലീഷൊക്കെ പറയാൻ ഇവിടെ വന്നിരിക്കുവായിരുന്നേ. അപ്പൊ ജയൻ ആ പറഞ്ഞ സിനിമ ഏത് ഡയലോഗാണ്? അങ്ങാടി സിനിമ. അപ്പൊ ചേട്ടൻ ഇതാ ഒരു സമ്മാനമുണ്ട്, നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി സമ്മാനമുണ്ട്. സന്തോഷമായോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ചേട്ടൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പുതിയ സിനിമകളെ കാണാറുണ്ട്. രണ്ടുപേര് ചേർന്നുണ്ട്. നമസ്കാരം. പേരെന്താ? അപ്പു. പേര് ശിവൻ. ഓക്കെ. അപ്പൊ ശിവൻ ചേട്ടനും അപ്പു ചേട്ടനുമാണ്. ചേട്ടൻ എങ്ങനെയുണ്ട് ഈ നിങ്ങളുടെ പ്രസ്ഥാനം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല കുഴപ്പമില്ല. നമുക്കിപ്പോ സ്വർണത്തിനൊക്കെ വില കൂടി വരുവാണല്ലോ ഓരോ ദിവസം. അപ്പൊ ഈ ഹോൾസെയിൽ വിലയിൽ നമുക്ക് സ്വർണം കിട്ടിയ ലാഭമല്ലേ? എന്താണ് അതിനെ പറ്റിയുള്ള ചേട്ടൻ എന്റെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്. ഓക്കെ. ഇതൊക്കെ സ്വർണ്ണമല്ലേ ചെവിയിലിട്ടേക്കുന്നത്? സ്വർണ്ണമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും മെയ് 10-ാം തീയതി നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു ഡയലോഗ് പറയാം, അത് തിരിച്ച് എന്നോട് സ്പീഡിൽ ആരാണ് പറയാൻ പോകുന്നത് ആദ്യം? അപ്പൊ ഈ ചേട്ടനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാണ്ടിരുന്നാൽ പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. പറഞ്ഞോ. ഒന്നുകൂടെ പറയോ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതിരുന്നാൽ പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. കിട്ടണല്ല. ആലോചിച്ച് നോക്കിയേ. കിട്ടില്ല. എന്നാ പോട്ടെ. ഇപ്പൊ വളരെ സുന്ദരിയായ മനോഹരമായ ഒരു പെൺകുട്ടി ഇതിൽ കൂടെ പോവാണ്. ആ കുട്ടി ഒന്ന് പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒന്ന് അഭിനയിച്ചേ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കുറെ നാളുകളായിട്ട് ഇതിന്റെ പുറകെ നടക്കുകയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്നിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടനായിരിക്കും ഇപ്പൊ കിട്ടാൻ പോകുന്നത് ഏറ്റവും ഗംഭീര സമ്മാനം തരാൻ പോകുന്നത്. പെൺകുട്ടി സുന്ദരിയായ അഭിനയിച്ചോ? സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് നിൽക്കണം, കുറെ നാളായിട്ട് അവളോട് ഇഷ്ടം പറയാൻ വേണ്ടി നിൽക്കണേ. ആ ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് കാണിക്കണത്. അതാണ് ഞാനാണ് ഈ പെൺകുട്ടി. അപ്പൊ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞോ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, കുറെ നാളായിട്ട് തന്റെ പുറകെ കിടക്കണേ. ഇരുന്ന് പറഞ്ഞാൽ മതി. കുറെ നാളായി ഞാൻ പുറകെ നടക്കുന്നു, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടാ ഒന്നും നടക്കില്ല ചേട്ടാ. ചേട്ടൻ ഇവിടെ സ്ഥിരം വായി നോക്കാം, കുറെ പെണ്ണുങ്ങളെ വായി നോക്കാൻ നിൽക്കണേ ഞാൻ കാണുന്നതാണ്. എത്ര കാലം ചേട്ടൻ എന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്? കുറേ നാളെ. എത്ര നാളെ ഏകദേശം? ഞാൻ അറിഞ്ഞില്ല ചേട്ടനൊരു ഭാര്യയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല? സത്യമാണോ ചേട്ടാ? ഉറപ്പാണോ? ചേട്ടൻ ഇവിടെ സ്ഥിരം പണി ചെയ്ത് വായി നോക്കാം. കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ട് വികാരങ്ങൾ വാരി എറി. വയനാട്ടൊന്നുമില്ല, ഞാൻ വരും തന്നെ കാണാറുണ്ട്. ഓക്കെ. കല്യാണം കഴിക്കാൻ വീട്ടിലൊന്ന് ആലോചിക്കണമെന്ന് നോക്കി പറ. അഭിനയിക്കാൻ അങ്ങോട്ട് വാരി വിതറ്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ ആലോചിക്കും. എങ്ങനെയുണ്ട്? കൈയടിച്ച് പാസ്സാകണോ? കുഴപ്പമില്ല, കൈയടിച്ച് പാസ്സായിക്കോ എല്ലാവരും കൂടി. ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കൊള്ളാം, കുഴപ്പമില്ലാണ്ട് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി സമ്മാനം. സന്തോഷമായല്ലോ? ഓക്കെ. എല്ലാവരും നല്ലൊരു ഐഡിയ കൊടുത്തോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഇനി ഒരു പാട്ടിലേക്ക് പോകാൻ പോവാണ്. ആരാണ് പാടാൻ പോകുന്നത്? ഈ കൂടുതൽ പാട്ടുകാരൻ ആരാണ്? ഓക്കെ. അപ്പൊ നമ്മള് ചേട്ടന്റെ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്ത് അടുത്തൊരു ടീമിന്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ നേരം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു തേങ്ങുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണലിയും വിട പറയുന്നു. ഇനി പെരുമ്പാവൂരിന് മൊഞ്ച് കൂടും.